ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പച്ചക്കായ വെച്ചിട്ടൊരു മെഴുക്കാണ് കേട്ടോ. മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചോറിന് കറിയില്ലാത്ത സമയത്ത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് 2-3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നല്ല രീതിക്കൊന്ന് ചെത്തിക്കളയുന്നുണ്ട്. തൊലി ചെത്തിക്കളഞ്ഞിട്ട് നടുകിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എനിക്കെപ്പോഴും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചക്കായ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ല രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. വെന്ത് വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഇതൊരു മീഡിയം പരുവത്തിന് ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സവാളയും 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചക്കായും ഉള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെന്ത് പരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.